കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരസ്യ പ്രതികരണം അനാവശ്യമായിരുന്നുവെന്ന് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. വിമർശനം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ശ്രീകുമാരൻ തമ്പി പ്രതിഭയുള്ള ആളാണ്, അദ്ദേഹത്തോട് അനാദരവില്ല, കെ സച്ചിദാനന്ദൻ പറയുന്നു. കേരള ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പരസ്യം ചെയ്യാനാണ് സമിതിയുടെ തീരുമാനം. 24-ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് കെ ആർ ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. അടിക്കടി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാപ്പടി സംബന്ധിച്ചായാലും അതല്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കേരള ഗാന വിഷയമായാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ആയി വന്നു. താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു. മാനസികമായി താങ്കൾ അത് ബാധിച്ചു? ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും ബാലചന്ദ്രൻ അതൊരു പൊതുപ്രസ്താവനയാക്കി മാറ്റിയത് വ്യക്തിപരമായി എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നത് ശരിയാണ്. കാരണം എനിക്ക് സഹോദര തുല്യനായ ഒരാളാണ് ബാലചന്ദ്രൻ. അത് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഭരണ തുടർച്ച ഏത് പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് കവി കെ സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. MD വാസുദേവൻ നായർ കോഴിക്കോട്ട് പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യങ്ങളാണെന്നും കെ സച്ചിദാനന്ദൻ ഉറപ്പിച്ചു പറയുന്നു. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ CPM എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിലും സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ സഖാക്കളോട് പറയാറുണ്ട്, വീണ്ടും അധികാരത്തിൽ ഇവർ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന്. ഇത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ് എന്ന് താങ്കൾ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. ഇത് ഒരു തരത്തിലുള്ള വിധേയത്വമാണ് എന്ന് പലരും വിമർശിച്ചു. അതിനെ മാഷ് എങ്ങനെ കാണും? ജനാധിപത്യത്തിൽ ഏത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യപരമായി ജനാധിപത്യത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് പെരുമാറണം എന്നൊരു പ്രാഥമികമായ കാര്യമാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടും ജനങ്ങളോടുള്ള ഒരു കടപ്പാടുണ്ട്. ജനങ്ങളോട് സത്യം പറയുന്നതിനുള്ള, ജനങ്ങളോട് അവർ തങ്ങളുടെ പ്രജകളാണ് എന്ന രീതിയിലല്ല, തങ്ങളെ തിരഞ്ഞെടുത്ത പൗരന്മാരാണ് എന്ന രീതിയിൽ പെരുമാറാനുള്ള കർത്തവ്യമുണ്ട്. കെ ആർ ഗോപികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് കെ ആർ ഗോപികൃഷ്ണൻ. എന്തൊക്കെയായിരുന്നു സച്ചിദാനന്ദൻ മാഷ പറയുന്നത്? ഒരുപക്ഷെ സച്ചിദാനന്ദൻ MT പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുകയാണോ? ഗുഡ് മോർണിംഗ് SK. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു രാഷ്ട്രീയ പ്രതികരണമായിരുന്നു KLF വേദിയിൽ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ നടത്തിയത്. അതിനെ തുടർന്ന് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകരൊക്കെ തന്നെ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ഈ പരാമർശങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനും എഴുത്തുകാരനുമായ കെ സച്ചിദാനന്ദൻ സ്വീകരിച്ച നിലപാട് MT വാസുദേവൻ നായർ പൊതുവായി ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തിയതാണെന്നും പലതും വ്യാഖ്യാനിക്കപ്പെടുന്ന അഭിപ്രായങ്ങളാണെന്നുമായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യൻ എക്സ്പ്രസിന് കെ സച്ചിദാനന്ദൻ നൽകിയ അഭിമുഖത്തിൽ തുടർച്ചയായി അധികാരത്തിൽ വരുന്നതും ഏത് പാർട്ടിയെയും ദുഷിപ്പിക്കുമെന്നും അത് പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതാണ് എന്നുമുള്ള ഒരു പ്രതികരണം നടത്തിയത്. അത് വിവാദമായതോടെ ആ പ്രതികരണത്തിൽ നിന്ന് കെ സച്ചിദാനന്ദൻ പിന്മാറുകയും അത് താൻ ഒരു തമാശയായി പറഞ്ഞതാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ഞാൻ ഫയറിംഗ് ലൈനിൽ കെ സച്ചിദാനന്ദനോട് ആവർത്തിച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടും വിശദീകരിക്കുകയാണ് ചെയ്തത്. കെ സച്ചിദാനന്ദൻ പറയുന്നത് സ്വാഭാവികമായും ഏത് പാർട്ടിയും അടിക്കടി ഭരണത്തിൽ വരുന്നത്, അതിനൊരു അധികാര തുടർച്ച ഉണ്ടാകുന്നത് ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് ഒട്ടും തന്നെ ആശാസ്യകരമായ കാര്യമല്ല. അത് സ്വാഭാവികമായും പാർട്ടികളുടെ അപജയത്തിന് വഴിവെക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിനൊരു വലതുപക്ഷ സ്വഭാവം കൈവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയും താക്കീതും നൽകുകയാണ് താൻ ചെയ്തത്. അത് കേരളത്തിലെ സർക്കാരിനും ബാധകമാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു കെ സച്ചിദാനന്ദൻ. കേരളത്തിലെ ജനതയോടും കേരളത്തിലെ സർക്കാരിനോടും തനിക്ക് പറയാനുള്ളത് ഇക്കാര്യമാണ്. മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ആരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൽ അവർ ജനങ്ങളോട് വിധേയപ്പെട്ട് നിൽക്കണമെന്നും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും അടിക്കടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന പ്രവണത സ്വാഭാവികമായും ഏത് പാർട്ടിയെയും ദുഷിപ്പിക്കുമെന്നും കെ സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. MT വാസുദേവൻ നായർ നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് സച്ചിദാനന്ദന് പറയാനുണ്ടായിരുന്നത് MT മുൻപെഴുതിയ ഒരു ലേഖനത്തിലെ വരികളും വാചകങ്ങളും അതേപടി KLFന്റെ പ്രസംഗവേദിയിൽ ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും അത് എല്ലാ കാലത്തും സച്ചിദാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യപ്രസക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് MT വാസുദേവൻ നായർ നടത്തിയിട്ടുള്ളത് എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. ഏതായാലും ഭരണ തുടർച്ച എന്നത് രാഷ്ട്രീയ പാർട്ടികളെ അങ്ങേയറ്റം മോശമായ അവസ്ഥകളിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നും പശ്ചിമ ബംഗാളിൽ താൻ അത് കണ്ടതാണെന്നും ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ താൻ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് എന്നും സച്ചിദാനന്ദൻ പറയുന്നതിലൂടെ കേന്ദ്ര സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും ഭരണ തുടർച്ച എന്നത് പാർട്ടികൾക്ക് ഗുണകരമായ
നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് വിശദീകരിക്കുകയായിരുന്നു കെ സച്ചിദാനന്ദൻ. അദ്ദേഹം തന്റെ ഇടതുപക്ഷ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കാറൽ മാർക്സിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ വീക്ഷണമല്ല താൻ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും അതിൽ മഹാത്മാഗാന്ധിയും അംബേദ്കറും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടായി താൻ അവതരിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളെയും അതിന്റെ മര്യാദകളെയും അതിന്റെ മൂല്യങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്ന സംവിധാനത്തോട് മാത്രമേ താൻ വിധേയപ്പെട്ട് നിൽക്കൂ എന്നുമാണ് കെ സച്ചിദാനന്ദൻ പറഞ്ഞത്. എസ് കെ, നമുക്കറിയാം വിവാദങ്ങൾ അകമ്പടി സേവിച്ച സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ. അപ്പോൾ ആ വിഷയങ്ങൾ സംബന്ധിച്ച് നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ യാത്രാപ്പടി വിവാദവും ശ്രീകുമാരൻ തമ്പിയുടെ മലയാള ഗാന വിവാദവും. ഈ രണ്ട് കാര്യങ്ങളിലും തന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിഷയമാണെന്ന് കെ സച്ചിദാനന്ദൻ ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സഹോദര തുല്യനായി താൻ കാണുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായ ഒരു പ്രശ്നത്തെ സാമാന്യവൽക്കരിക്കുകയും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്? ഇത് ഏതെങ്കിലും തരത്തിൽ വാർത്താ ശ്രദ്ധ നേടാൻ വേണ്ടി നടത്തിയ ശ്രമമാണോ എന്ന് താൻ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് എന്നും സച്ചിദാനന്ദൻ പറയുന്നു. ഏതായാലും എഴുത്തുകാർക്ക് മാന്യമായ പ്രതിഫലം നൽകണം എന്നത് തന്റെയും അഭിപ്രായമാണ്. പക്ഷെ താൻ ഒരു കാലത്തും പ്രതിഫലത്തിന് പിന്നാലെ സഞ്ചരിച്ചിട്ടില്ല. അത് ആത്മനിഷ്ഠമായി താൻ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു സമിതിയാണ് ഗാനം തിരഞ്ഞെടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അതിൽ കേവലം ഒരു അംഗം എന്ന നിലയിലൂടെ ഇടപെടൽ മാത്രമാണ് അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിലും താൻ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഗാനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പൊതുവായ അഭിപ്രായമായിരുന്നു, ഉപയോഗിച്ച് തേഞ്ഞ പദങ്ങളായിരുന്നു ആ വരികളിൽ ഉണ്ടായിരുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റി എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും മലയാള ഗാന വിഷയത്തിൽ കെ സച്ചിദാനന്ദൻ നൽകുന്ന ഒരു വിശദീകരണം, ആ ഗാനം തിരഞ്ഞെടുത്തിട്ടില്ല, അത് വീണ്ടും ആ ഗാനത്തിന് വേണ്ടി പരസ്യം ചെയ്യാൻ വേണ്ടി അക്കാദമി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാദമിയുടെ ഭരണം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടോ? സെക്രട്ടറി CP അബൂബക്കറും കെ സച്ചിദാനന്ദനും രണ്ട് തട്ടിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ അഭിമുഖത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കെ സച്ചിദാനന്ദൻ പറയുന്നത് സെക്രട്ടറിയും പ്രസിഡന്റും രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. KR ഗോപികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ അഭിമുഖം 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സമയത്തിനായി കാത്തിരിക്കുക. ശ്രീകാന്ത് പറയുന്നു, നെഗറ്റീവ് വാർത്തകളും പോസിറ്റീവ് കലർത്തി തട്ടണം. ഉദാഹരണത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പറ്റിയുള്ള വാർത്ത പറയുമ്പോൾ അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുകൂടി അതിനോടൊപ്പം ചേർക്കണം. അതെങ്ങനെ ചേർക്കും ശ്രീകാന്തെ? പരിക്കേറ്റ ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഡോക്ടർക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. ഷബീർ മണ്ണാർക്കാട് പറയുന്നു, ബാബുവിൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്തല്ലോ. അതെ, അന്ന് സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവന്നതിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകിയത്? റേറ്റിങ്ങിന് വേണ്ടി വൈറൽ താരങ്ങളെ തേടി പോകുന്ന നിങ്ങൾക്ക് ഇതൊരു പാഠമാണ്. എൻ്റെ ഷബീറെ, ഒരു ടെലിവിഷൻ വിനോദ ചാനലിൽ ഇങ്ങനെയുള്ള പല പരിപാടികളും വന്നു പോകും. നമ്മൾ അതിനകത്ത് അതൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയൊന്നും വിനോദ പരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? താങ്കൾ ആലോചിച്ച് നോക്കുക. അതൊരു വിനോദ ചാനലാണ് എന്ന് മറന്നു പോകരുത്. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക് ഒരു വിനോദ പരിപാടിയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ.